ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാവിലെ വേണുവേട്ടൻ ഉറക്കമൊക്കെ ഉണർന്ന് പൂമുഖത്ത് വന്ന് ആ ചാരുകസേരയിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ ഭഗവാനെ, ഇന്നൊരു നല്ല ദിവസമാകണേ, എനിക്ക് മനസമാധാനം തരണേ. മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും കാണാനും കേൾക്കാനും ഇടവരുത്തരുത്. ദാണ്ട വരുന്നു കൊച്ചമ്മണി. അത് കേട്ടോണ്ടിങ്ങനെ പുറകെ വന്ന് നിൽക്കുക. നല്ല കാര്യങ്ങൾ മാത്രം എനിക്ക് കാട്ടിത്തരണേ എന്ന് പറഞ്ഞിട്ട് ദാണ്ട വേണുവേട്ടനും തിരിഞ്ഞപ്പോൾ വേണുവേട്ടനെ തന്നെ നോക്കി ചിരിച്ചോണ്ട് നിൽക്കുന്ന കൊച്ചമ്മണി. വേണുവേട്ടനങ്ങ് ഞെട്ടിപ്പോയി. സകല പ്രതീക്ഷകളും തെറ്റിപ്പോയി. സങ്കടത്തോടെ വേണുവേട്ടൻ പറയും, എൻ്റെ ദൈവമേ, ഇവരെയാണല്ലോ ഇന്ന് ഞാൻ കണി കണ്ടത്. കൊച്ചമ്മണി അങ്ങോട്ട് വന്ന് വേണുവേട്ടൻ്റെ അടുത്തോട്ട് ഇരുന്നിട്ട് പറയുക, ഇന്ന് ഞാൻ അച്ഛനെയാണ് കണി കണ്ട്, അതുകൊണ്ട് എൻ്റെ ഇന്നത്തെ കാര്യം കട്ടപ്പോക. ദാണ്ട നമ്മുടെ രാധമ്മ അപ്പം രണ്ടുപേർക്കുള്ള കോഫി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. രാധമ്മ എന്നിട്ട് കൊച്ചമ്മണിയോട് പറയാം, ഒരേ വീട്ടിൽ ജീവിക്കുന്ന പരസ്പരം രണ്ടുപേരും കണി കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഫലവും ഉണ്ടാവില്ല. അങ്ങനെയല്ലേ വേണുവേട്ട? അങ്ങനെയും വിശ്വസിക്കാം. എന്നാൽ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു മൂർഖം പാമ്പിനെ കണി കണ്ടാൽ അപ്പോഴുണ്ടാകുന്ന അവസ്ഥ നീ ഒന്ന് ഓർത്തു നോക്കിക്കേ. അന്നത്തെ ദിവസം പോയില്ലേ? കൊച്ചമ്മണി പറയാം, സത്യം പറയാമല്ലോ, ഇന്നത്തെ എൻ്റെ ദിവസം നാശകോശവാ. ഈ മൊശടനെയല്ലേ ഞാനിന്ന് കണി കണ്ടത്. ഈ സമയം പ്രിയയും ജയനും നല്ല ഉറക്കത്തിലാണ്. ജയനാണെങ്കിൽ ഭയങ്കര കൂർക്കം വലി. ജയന്റെ ആ കൂർക്കം വലി സഹിക്കാൻ വയ്യാതെ പെട്ടെന്ന് പ്രിയ ചാടി എഴുന്നേറ്റിട്ട്, ദൈവമേ, ഇയാടെ ഈ കൂർക്കം വലി കൊണ്ട് എല്ലാവരെയും ഇന്ന് വിളിച്ചറിയിപ്പിക്കുമല്ലോ. ആ ശബ്ദം കേട്ടിട്ട് കൊച്ചമ്മണി വന്നിട്ട് ചോദിക്കുന്നത്, ഇവിടെ എവിടെയെങ്കിലും പന്നിയെ വളർത്തുന്നുണ്ടോ? ആ പന്നിയുടെ ഒരു മുരളലാണല്ലോ കേൾക്കുന്നത്. ജയേട്ടാ ജയേട്ടാന്ന് പ്രിയ വിളിക്കുന്നുണ്ട്. പക്ഷെ ജയൻ അതൊന്നും കേൾക്കുന്നില്ല. സഖി കെട്ട് പ്രിയ തണ്ട് അവൻ്റെ വയറ്റത്തൊരു ഒറ്റടി. പെട്ടെന്ന് ജയൻ ചാടി എഴുന്നേറ്റിട്ട്, അയ്യോ എൻ്റെ സാറേ, ഞാൻ വോട്ടർമാർക്ക് ആർക്കും പൈസ കൊടുത്തിട്ടില്ലേ. അയ്യോ എൻ്റെ ജയേട്ടാ, ഒന്നടങ്ങ്. നിങ്ങളുടെ കൂർക്കമ്പലിയും ഈ നിലവിളിയൊക്കെ ആരെങ്കിലും കേൾക്കും. ഞാൻ ഉറക്കമായതുകൊണ്ടല്ലേ പ്രിയെ. എൻ്റെ ജയേട്ടാ, നിങ്ങൾ ഉറക്കത്തിലാണെങ്കിലും നിങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം എല്ലാവരും അറിയില്ലേ? പിന്നെ ഞാൻ എന്ത് ചെയ്യും പ്രിയെ? ജയേട്ടൻ്റെ കാര്യം ചെയ്യും, ഈ കട്ടിലിൻ്റെ അടിയിൽ കയറി കിടക്ക്. അയ്യോ എനിക്ക് വയ്യ, അവിടെ എല്ലാം എട്ടുകാലികളാ. എന്നാൽ പിന്നെ ജയേട്ട ഒരു കാര്യം ചെയ്യും, കുറേ ദിവസത്തേക്ക് ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് പോവും. ഇവിടെ ഇരിക്കുന്ന കാശൊക്കെ ഞാൻ സൂക്ഷിച്ചോളാം. എടി പ്രിയ, ഞാൻ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിയാലേ ഏതെങ്കിലും പോലീസുകാരൻ്റെ അണ്ണാക്കിലോട്ടായിരിക്കും ചെന്ന് വീഴുന്നത്. ഇപ്പൊ എങ്ങോട്ടും പോകുന്ന സേഫ് അല്ല. എന്നാ പോകുന്നതാ സേഫ്. അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ നിങ്ങളെ പോലീസിന് ഒറ്റുകൊടുക്കും. ഒരു കാര്യം ചെയ്യേട്ട, ചേട്ടൻ പളനിക്ക് പോകും. അതിന് ഞാൻ വഴിപാടൊന്നും നേർന്നിട്ടില്ലല്ലോ പ്രിയേ. അയ്യോ, വഴിപാടിനൊന്നും അല്ല. പളനി ചെന്നിട്ട് തല മുട്ടയടിക്ക്. എന്നിട്ട് ഈ പിരികോ മുടിയോ ഒക്കെ അങ്ങ് എടുത്തേരെ. എന്നിട്ടൊരു കാവടി എടുത്ത് തേരാ പാര അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് നടക്ക്. ഒരു പോലീസും പിന്നെ പിടിക്കത്തില്ലെന്നേ. എന്റെ പ്രിയെ, ഈ വിദ്യ ഒന്നും ഈ വന്ന കാലത്തെ പോലീസിന്റെ അടുത്ത് ചെലവാകില്ല. ഞാൻ പളനിയിലോട്ട് ചെല്ലുമ്പോഴേ എന്നെ കാത്ത് പോലീസ് അവിടെ നിൽപ്പുണ്ടാവും. എന്നാലൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഹിമാലയത്തിലോ മറ്റോ പോ. അയ്യോ, എന്നോടിങ്ങനെ കരുണയില്ലാതെ പെരുമാറാതെ പ്രിയേ. കാശിനോടുള്ള നിന്റെ ആർത്തി കൊണ്ടല്ലേ ഞാൻ ഇങ്ങനൊക്കെ ചെയ്തത്. ഞാൻ ഈ ഇലക്ഷൻ കാലത്ത് പിഴിഞ്ഞ കാശെല്ലാം നിനക്ക് വേണ്ടിയല്ലേ. അയ്യോ, ഒന്ന് പതുക്കെ സംസാരിക്കണ്ട ജയേട്ടാ, ഇതൊരു വീടാ, ആരെങ്കിലും ഒക്കെ കേൾക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ തള്ള. നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ കട്ടിലിനടിയിലോട്ട് തന്നെ അങ്ങോട്ട് കയറ്. അല്ലാതെ ഇനി യാതൊരു മാർഗവുമില്ല എന്നും പറഞ്ഞ് ജയനെ വലിച്ച് ആ കട്ടിലിൻ്റെ അടിയിലോട്ട് വിടുന്നുണ്ട്. അയ്യോ പ്രിയ, വേണ്ടാടി, എട്ടുകാലി ഉണ്ടടി. എട്ടുകാലിയും 10 കാലിയൊക്കെ അവിടെ കിടക്കട്ടെ. എനിക്ക് ശ്വാസം മുട്ടും പ്രിയ, ശ്വാസം മുട്ടിക്കോട്ടെ. ഇതിനടിയിൽ തന്നെ കിടന്നോണം, പുറത്തോട്ടങ്ങും വന്നേക്കരുത്. കൂർക്കം വലിച്ചാൽ ശബ്ദം വരരുത്. അങ്ങനെ അഥവാ വരുന്നുണ്ടെങ്കിൽ ദാണ്ട് ഈ തോർത്തെടുത്ത് വായിലോട്ട് തിരികെ വെച്ചോണ്ട് കിടന്നോ. അയ്യോ പ്രിയ, ഞാനപ്പോൾ ശ്വാസം മുട്ടി വടിയായി പോവില്ലേ. നിങ്ങൾ അങ്ങനെ ഒന്നും ചാവത്തില്ല. ഇനി അഥവാ ചത്താലും നല്ല അന്തസ്സായിട്ട് അന്ത്യകർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്യിപ്പിച്ചോളാം. പ്രിയ അങ്ങനെ ജയനെ ആ റൂമിലാക്കിയിട്ട് കഥ കടച്ചിട്ട് പുറത്തോട്ടിങ്ങനെ വരുമ്പോൾ കൊച്ചമ്മണി അവിടെ വട്ടം ചുറ്റി അങ്ങനെ നിൽക്കുന്നുണ്ട്. പ്രിയ, നീ അവിടെ നിന്ന് നിന്നേ. നിന്റെ റൂമിനകത്ത് പോത്തിനെയോ വല്ല കന്നുകാലികളെ വളർത്തുന്നുണ്ടോ? നേരം വെളുത്തപ്പോഴേ നിങ്ങൾക്ക് കന്നുകാലികളുടെ ചിന്തയാണല്ലോ. അപ്പം നിങ്ങൾക്ക് ഇറച്ചി തിന്നണം അല്ലേ തള്ളേ? എനിക്ക് ഇറച്ചി തിന്നാനുള്ള മോഹം കൊണ്ടൊന്നും അല്ല. ഞാനേ ഇറച്ചിയൊക്കെ കുറേ തിന്നിട്ടുള്ള ആളാ. ദുബായ് വെച്ചാണെങ്കിൽ ഞാൻ ഒട്ടകത്തിൻ്റെ ഇറച്ചി വരെ തിന്നിട്ടുണ്ട്. പിന്നീടാ ഇത്. നീ നിന്റെ മുറിയിൽ ആരോടടി സംസാരിച്ചത്? അതെന്താ എനിക്ക് ഫോണിൽ കൂടെ സംസാരിച്ചൂടെ? തൻ്റെ തള്ളേ, വേണ്ടാത്ത കള്ളക്കഥ ഉണ്ടാക്കി ജയേട്ടൻ വരുമ്പം പറഞ്ഞു കൊടുത്താലുണ്ടല്ലോ. ഇവർക്ക് ഭ്രാന്താണെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് പ്രിയ അങ്ങ് നടന്നു പോവാ. കൊച്ചമ്മണി പറയാം, എന്തോ ഒരു തരികട ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ, അതെന്താണെന്നൊന്ന് കണ്ടുപിടിക്കണം. പ്രതാപൻ റൂമിലിരുന്ന് സദാശിവൻ സാറ് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. പ്രതാപ് വർമ്മ സാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ വരണമെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. സാറാണ് മുഖ്യമന്ത്രി. അപ്പോഴത്തെ കഥക് തുറന്ന് ഋതിക പ്രതാപനുള്ള കോഫിയായിട്ട് വരുന്നുണ്ട്. പ്രതാപന് കോഫി കൊടുത്തിട്ട് ഋതിക പറയും, അച്ഛൻ വലിയ ടെൻഷനിലാണെന്നും അച്ഛൻ്റെ മനസ്സിലൊരു യുദ്ധം നടക്കുകയാണെന്നും എനിക്ക് നന്നായിട്ടറിയാം. നീ പറഞ്ഞത് ശരിയാ മോളെ, ഇപ്പോഴും എൻ്റെ മനസ്സൊരു യുദ്ധഭൂമിയാണ്. അംബിക പാത്തും പതുങ്ങിയും പ്രതാപന്റെ റൂമിന്റെ വാതുക്ക വന്നിങ്ങനെ ചെവിയും വെച്ചോണ്ട് നിൽക്കുക.
പ്രതാപം പറയാം, മോളെ, ഇലക്ഷൻ കഴിഞ്ഞ് ജനവിധി നമുക്ക് 100% അനുകൂലമായിട്ട് വന്നു. പക്ഷെ എനിക്ക് മാത്രം ടെൻഷൻ. ഞാനിനി അധികാരത്തിൽ വരണോ എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിൽ നടക്കുന്ന യുദ്ധം. ഇതെനിക്ക് തോന്നിയച്ചാ. ഇതുകൊണ്ട് തന്നെയാണ് എനിക്ക് അച്ഛനോട് സംസാരിക്കണമെന്ന് തോന്നിയത്. അച്ഛൻ വളരെ കോൺഫിഡൻ്റ് ആകണം. അച്ഛൻ തന്നെ മുഖ്യമന്ത്രി ആകണമെന്നുള്ള അവരുടെ തീരുമാനം എൻ്റെ അച്ഛൻ തന്നെ തള്ളിക്കളയരുത്. അച്ഛൻ തന്നെ മുഖ്യമന്ത്രി ആകണമെന്നുള്ളത് ഞങ്ങളുടെ സ്വപ്നം മാത്രമല്ല, അത് അച്ഛനെ മാത്രം വിശ്വസിച്ച ലക്ഷോപലക്ഷം ആൾക്കാരുടെ പ്രതീക്ഷയാണ്. അംബിക ചെവി കൂർപ്പിച്ചിതെല്ലാം കേൾക്കുന്നുണ്ട്. ഋതിക പറയാ, എൻ്റെ അച്ഛൻ ഒരു സമര നായകനാ, ഒരു പോരാളി. ഒരു കാലത്ത് ഒന്നും അല്ലാതിരുന്ന എൻ്റെ അച്ഛൻ ഇത്ര ദൂരം നടന്നെത്തിയതെങ്ങനെയാ? അത് പടി കൊണ്ടാണോ? പോരാട്ടം കൊണ്ട് തന്നെ അല്ലേ? അച്ഛൻ നേതാവായതോ MLA ആയതോ അധികാരം പിടിക്കാൻ മാത്രമല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാ. അത് വിട്ടുമാറുന്നത് അച്ഛൻ്റെ വഴിയല്ല. ഇതെല്ലാം അംബിക കേൾക്കുന്നുണ്ട്. അംബികയ്ക്ക് വല്ലാത്ത ദേഷ്യവും വരുന്നുണ്ട്. അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തത്? അതിന് നീ പറയുവല്ലേ? മോള് പറ, ഞാൻ കേൾക്കാം. ഇങ്ങനെ ഒരു അവസരം അച്ഛൻ്റെ ജീവിതത്തിൽ ഇനി വരാനിടയില്ല. ഇത് അച്ഛൻ നഷ്ടപ്പെടുത്തിയ കാലം പോലും പിന്നെ അച്ഛനോട് ക്ഷമിച്ചെന്ന് വരില്ല. വോട്ട് ചെയ്തവർക്കേ അച്ഛൻ പ്രതാപവർമ്മ എന്ന മനുഷ്യൻ മാത്രമല്ല, അവർക്ക് അച്ഛനൊരു ശുഭപ്രതീക്ഷയാണ്. ഞാൻ അഭിമാനിച്ചിരുന്ന എൻ്റെ അച്ഛൻ ആദർശ ധീരനായ പഴയ പ്രതാപവർമ്മയ. ഇങ്ങനെ പതറി നിൽക്കുന്ന ഒരാളല്ല അച്ഛൻ. ഈ നാടിന്റെ മുഖ്യമന്ത്രി ആകുന്നത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അത് ഈ മകളുടെ സ്വകാര്യ അഹങ്കാരത്തെക്കാൾ ഉപരി ഒരു നാടിന്റെ നല്ല കാല സ്വപ്നവുമാണ്. അച്ഛൻ തീരുമാനം മാറ്റരുത്, അതേ എനിക്ക് പറയാനുള്ളൂ. അത്രയും പ്രതാപനോട് പറഞ്ഞിട്ട് ഋതികയെ അങ്ങോട്ട് ഡോറ് തുറക്കേന്താണ്ട് അംബിക അവിടെ നിൽക്കുന്നു. ആഹാ, ഒളിഞ്ഞു നോട്ടക്കാരി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എടി, ഞാൻ മനഃപൂർവ്വം ഇവിടെ കാത്തു നിന്നതാടി. നിന്റെ ഗീതോപദേശമൊക്കെ ഞാൻ കേട്ടു. എന്നാലേ ഗീതോപദേശം ഒന്നേ ഉള്ളു, അത് പഴയത് തന്നെയാ. അച്ഛനെ മുഖ്യമന്ത്രിയാക്കാൻ നടക്കുന്ന ഒരു മോള്. എടി, നീ പ്രതാപവർമ്മയുടെ മകളല്ലെന്ന് അവൻ നിന്നോടന്ന് നേരിട്ട് പറഞ്ഞതല്ലയോ? അതെ, ഞാൻ പ്രതാപവർമ്മയുടെ മകളാകരുതെന്നുള്ളത് നിങ്ങളുടെ മാത്രം സ്വപ്നമല്ലയോ? ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കാനുള്ള മോഹം. അതേടി, അതിന് നിനക്ക് എന്താടി ഇത്ര സംശയം? ഇതൊക്കെ ഞാൻ പറയേണ്ടവരോട് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ ഇതൊക്കെ കള്ളക്കഥകൾ തന്നെയാ. അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയ കള്ളക്കഥകളാണെന്ന് ഞങ്ങൾ തെളിയിക്കും അമ്പിയെ. എന്നാലേ അത് തെളിയിക്കാനുള്ള ആയുധം ഇപ്പൊ നിന്റെ കയ്യിലില്ല. പക്ഷെ ആ വജ്രായുധം ഉണ്ടല്ലോ, അത് അനന്തംപിള്ളയുടെ കയ്യിലുണ്ട്. മനസ്സിലായോടി? ആ ജഗന്നാഥൻ അനന്തംപിള്ള ലോക്കപ്പിലല്ല, ഏത് പാതാളത്തിലായാലും അയാൾ ആ വജ്രായുധം എടുത്ത് പ്രയോഗിക്കും. കോമയിൽ കിടക്കുന്നവന്റെ തലച്ചോറിൽ പ്രോഗ്രാം ചെയ്തിട്ടാണെങ്കിലും ജഗന്നാഥനെ കൊണ്ട് അനന്തംപിള്ള നിനക്കെതിരെ പറയിപ്പിച്ചിരിക്കും. നീയേ പ്രതാപവർമ്മയുടെ മകളല്ല എന്ന്. അമ്പിയുടെ കൈക്ക് പിടിച്ചിട്ട് ഋതിക പറയാൻ, നിക്കവിടെ. ഈ ലോകം സത്യമാണെങ്കിൽ, കാറ്റും പ്രകൃതിയും ഈ മരങ്ങളും ഒക്കെ സത്യമാണെങ്കിൽ സത്യത്തിന് ഒരിക്കലും ഒരു മരണം ഉണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയ അപവാദത്തിന്റെ തീക്കാറ്റ് നിങ്ങൾക്കെതിരെ തന്നെ വീശും അമ്പികയെ. അതിൽ നിങ്ങൾ കത്തിച്ചാമ്പലാകുകയും ചെയ്യും. ഈ പറയുന്നത് ഋതികയാണ്, പ്രതാപവർമ്മയുടെ മകൾ ഋതികാവർമ്മ. നീ സൂക്ഷിച്ചോടി അമ്പികെ എന്ന് പറഞ്ഞിട്ട് ഋതിക ദേഷ്യത്തോടെ നടന്നു പോകുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ അനന്തംപിള്ളയെ കാണാനായിട്ട് ഋതികയും രാജു എത്തിയിട്ടുണ്ട്. ഋതികയും രാജുവിനെയും കണ്ട് അനന്തംപിള്ളയാകെ എന്തോ ഒരു പരിഭ്രമത്തിൽ ഇങ്ങനെ ഇരിക്കുക. രാജു അടുത്തോട്ട് എൻ്റെ നമസ്കാരം എന്ന് പറഞ്ഞിട്ട് അനന്തംപിള്ളയുടെ കോളറെ പിടിച്ച് പൊക്കി അവൻ്റെ ചെവിക്കുറ്റിക്ക് ഒരൊറ്റയടി. അടിയും മേടിച്ച് ദേഷ്യത്തോടെ അനന്തംപിള്ള പറയാം, പോലീസ് ക്ലബിൽ വന്ന് പോലീസുകാരല്ലാത്ത ഒരാൾ ഒരു പ്രതിയെ തല്ലിയാലുള്ള വകുപ്പ് എന്താണെന്ന് വല്ലതും നിനക്ക് അറിയാവോടാ? എന്നാലേ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ പിള്ളേച്ച തന്നെ ഞാൻ തല്ലിയത്. അനന്തംപിള്ളയുടെ ചെവിക്കുറ്റിക്ക് വീണ്ടും പടക്കം പൊട്ടിക്കുന്ന പോലെ ഒരു അടി കൊടുത്തിട്ട് പറയടാ റാസ്കൽ, ജഗനെങ്കിൽ എവിടെ? ഒരു പുച്ഛത്തോടെ അനന്തംപിള്ള, ആര്? എന്താ നിനക്ക് മനസ്സിലായില്ലേ? ജഗന്നാഥൻ. ഓ, ഇവിടെ അമ്മയുടെ കാമുകൻ. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോ ദാ പടക്കം പൊട്ടുന്ന പോലെ തുരുതുര അടി തന്നെ അവന്റെ കർണക്കുറ്റിക്ക് രാജു കൊടുക്കുന്നുണ്ട്. പറയടാ, സത്യം പറയടാ. ഇല്ല, ഞാൻ പറയില്ല. ഈ പോലീസിന്റെയും പട്ടാളത്തിന്റെയും മുന്നിൽ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ഈ അനന്തംപിള്ളയെ നീ തല്ലി തോപ്പിക്കാൻ നോക്കുന്നോടാ? ഇല്ലടാ, പറയില്ല. ഈ അനന്തംപിള്ള പറയില്ല. അകത്തായാലും പുറത്തായാലും ഈ അനന്തംപിള്ളയ്ക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, പ്രതാപവർമ്മയുടെ കുടുംബം കുളം തോണ്ടുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം. രാജു വീണ്ടും തല്ലാനൊരുങ്ങുമ്പോൾ ഋതിക പറയുന്നു, വേണ്ട രാജു, വേണ്ട. ഇയാളെ തല്ലി രാജുവിന്റെ കൈ വെറുതെ വൃത്തികേടാക്കണ്ട. അനന്തംപിള്ള പറയുക, ജഗന്നാഥൻ എന്ന് പറയുന്ന ഒരാൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവനെ എൻ്റെ ഒരു സിങ്കിടിയെ ഏൽപ്പിച്ചവൻ അവനെ എന്ത് ചെയ്തു എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നാലേ ആ ഏൽപ്പിച്ചവന്റെ പേര് പറയടാ നീ. അത് വേണമെങ്കിൽ ഞാൻ പറയാം എന്നും പറഞ്ഞ് പരിഹസിച്ചുകൊണ്ട് പറയുന്നു. അവന്റെ പേരാണ് പരേതാത്മാവ്. എരന്ന് വാങ്ങിയതുപോലെ വീണ്ടും ചെവിക്കുറ്റിക്ക് നല്ല ഒരു അടി വാങ്ങുന്നുണ്ട് അനന്തംപിള്ള. ഇവന്റെ വായിൽ നിന്നൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കി ഋതു വാ എന്നും പറഞ്ഞ് രാജു ഋതിയേയും കൂട്ടിയിട്ട് അവിടുന്ന് പോവുകയാണ്. പുറത്തു വന്ന് രാജു ഋതി ഇങ്ങനെ ഓരോന്ന് ആലോചിക്കും. എന്താ രാജു ആലോചിക്കുന്നത്? ആ അനന്തന്റെ നാവിൽ നിന്ന് ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല ഋതു. അയാളെ കൊന്നാലും അയാൾ സത്യം ഒന്നും പറയില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും രാജു?
മറ്റൊരു വഴിയുണ്ട് ഋതു. അതായത് അനന്തംപിള്ളയ്ക്ക് 2 മനസാക്ഷി സൂക്ഷിപ്പുകാരുണ്ടായിരുന്നു. ആ 2 പേരുമാണെങ്കിൽ ഗജ ഫ്രോഡുകളുവാ. ഒന്ന് എൻ്റെ അളിയൻ ജയൻ തന്നെ. ജയേട്ടൻ അത്ര വലിയ തരികടയൊന്നും അല്ല രാജു. പിന്നെ അളിയനെ കൂടാതെ ഒരു പൊടിയാടി കൂടി ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, പൊടിയാടി ഇപ്പൊ അകത്തായിപ്പോയി. അല്ല രാജു, ജയേട്ടന് ഈ ജഗന്നാഥൻ അങ്കിളിനെ കുറിച്ച് വല്ലതും അറിയാൻ പറ്റുമോ? അറിയാവോന്ന് ചോദിച്ചാൽ ഈ പിള്ളേച്ചന്റെ പുറകെ നടക്കുന്നതല്ലേ, എല്ലാം വളഞ്ഞവന്മാര് തന്നെ അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും അറിയാതിരിക്കില്ല. എന്നാൽ നമുക്ക് ജയേട്ടനോട് ചോദിച്ചാലോ രാജു? ഞാൻ ചോദിച്ചാൽ ജയേട്ടനൊന്നും പറയില്ല, പക്ഷെ രാജു ചോദിച്ചാൽ പറഞ്ഞാലോ? ഋതു, അതിന് അളിയൻ എവിടാണെന്ന് വെച്ചാ കണ്ടുപിടിക്കുന്നത്? അളിയന് മുങ്ങിയിരിക്കുമല്ലേ, പിന്നെ എന്ത് ചെയ്യും രാജു? എന്തെങ്കിലും ഒരു വഴിയുണ്ടാവും. ഋതു വണ്ടി കയറ് എന്നും പറഞ്ഞ് രാജു ഋതികം കൂട്ടിയിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. രാവിലെ മുതൽ വൈകുന്നവരെ പോലീസുകാരുടെ ഉരുട്ടിയാൽ പോലും ആ അനന്തംപിള്ള സത്യം പറയില്ല. പിന്നീടാണോ നമ്മുടെ വിരട്ടലിനൊക്കെ അവൻ പറയാൻ പോകുന്നത്? ആ ജഗനങ്കിളിനെ നമ്മൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. പാവം, ആ അങ്കിളിപ്പോൾ മരണത്തോട് മല്ലിടുമായിരിക്കും. ഋതു, നമ്മുടെ ലക്ഷ്യമൊക്കെ നിറവേറ്റുന്നത് 2ാമത്തെ കാര്യം. ആ ജഗനങ്കിൾ എന്തായാലും ഒരു മനുഷ്യനല്ലേ, നമുക്ക് അദ്ദേഹം പ്രിയപ്പെട്ട ആളുവാ. അവരങ്ങനെ വീട്ടിലോട്ട് കയറി വരുമ്പോൾ അംബിക ഒരു കളിയാക്കലോടെ ചോദിക്കുക, എന്താടി അന്വേഷിച്ചു പോയ ആളെ കണ്ടെത്തിയോടി? നീ ആ പാതാളത്തിൽ ചെന്ന് തപ്പി നോക്ക്, ചിലപ്പോൾ അവിടെ കാണും. അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യ്, നീ ആ മഹാബലിയെ ഒന്ന് ഫോൺ ചെയ്ത് നോക്ക്. മൂപ്പര് പാതാളത്തിലാണല്ലോ താമസം, നീ ഒന്ന് വിളിച്ചു നോക്ക്. ഋതിക പറയാം, 3 അടി മണ്ണ് ചോദിച്ചുകൊണ്ട് വന്ന വാമനൻ മഹാബലിയെ പാതാളത്തിലോട്ട് ചവിട്ടിത്താഴ്ത്തി. മഹാബലി നല്ലവനായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാൻ അല്പം അഹങ്കാരം ഉണ്ടായിരുന്നു. നല്ലവനായ ആ മഹാബലി കിടക്കുന്ന പാതാളത്തിലോട്ട് എന്തായാലും നിങ്ങളെ ചവിട്ടിത്താഴ്ത്തില്ല. പടുകുഴിയിലോട്ടാ അംബികയെ നിങ്ങളെ ഞാൻ മൂടാൻ പോകുന്നത്. എടി അങ്ങാടി തോറ്റേന് അമ്മയുടെ നേരെ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആളെ അന്വേഷിച്ചു പോയപ്പോ കിട്ടാതെ വന്നപ്പോ എന്റെ മേക്കിട്ട് കയറുന്ന എന്തിനാടി? ഏയ് മേഡം, ഈ രാജുവും ഋതുമോളും കൂടെ എന്ത് അന്വേഷിച്ചു പോയാലും അത് കയ്യിൽ കിട്ടുന്നത് വരെ ഞങ്ങൾ അടങ്ങില്ല. ഞങ്ങളുടെ ഊണും ഉറക്കവും ഒക്കെ ഉപേക്ഷിച്ച് അത് തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഒടുവിൽ ഞങ്ങളത് കണ്ടെത്തുകയും ചെയ്യും. ഇനി മേഡം പറഞ്ഞതുപോലെ പാതാളത്തിലെങ്ങാണോ ആണെങ്കിൽ അവിടെയും പോയി അന്വേഷിക്കും. അതുമല്ലെങ്കിൽ ഇനി ചന്ദ്രനിലോ ചൊവ്വയിലോ മറ്റോ ആണെങ്കിലോ അവിടെ നിൽക്കുന്ന ആളെ ഞങ്ങൾ പതുക്കെ ഇങ്ങ് താഴോട്ടിറക്കും. എന്താ മക്കളെ ഇവിടെ എന്നും പറഞ്ഞ് യാമിനി അങ്ങോട്ട് വരുന്നു. ഋതിക പറയാ, ചെറിയമ്മേ, ഇവിടെ ഒരു സ്ത്രീക്ക് കറക്റ്റ് നേരത്ത് ഗുളിക കഴിക്കാത്തന്റെ വെപ്രാളവാ. ഇവരെ നമുക്ക് ചങ്ങലയിൽ പൂട്ടിയിടണം ചെറിയമ്മേ. അവരുടെ ആ പരിഹാസത്തിന്റെ മുന്നിൽ അംബിക ആകെ നാണിച്ച് ചൂളി അങ്ങ് നിൽക്കുക. രാജുവും ഋതി അകത്തോട്ട് പോകുമ്പോൾ രാജുവിന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. രാജു അല്പം ടെൻഷനോടുകൂടിയാണ് സംസാരിക്കുന്നത്. എന്താ രാജു? അതെ, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഋതിയെ വേഗം ഇങ്ങോട്ട് വന്നേ. എങ്ങോട്ടാ രാജു? അത് പറഞ്ഞാലേ ഋതു വരൂ എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ ഋതിയുടെ കൈക്ക് പിടിച്ച് വലിച്ചോണ്ട് രാജു പോവുകയാണ് പുറത്തോട്ട്. ഈ സമയം പത്മാവതി ആകെ ടെൻഷനിലിരിക്കുന്നുണ്ട്. പ്രതാപൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുക. സിസ്റ്ററിന്റെ വെൽവിഷർ മാത്രമല്ലല്ലോ, എന്റെ ജീവൻ രക്ഷിച്ച ആളുകൂടെയല്ലേ. മുഖ്യമന്ത്രിയാകണോ മാറി നിൽക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ദിവസം നാളെയാണ്. നാളെ ഉറപ്പായിട്ടും സിസ്റ്റർ പവിത്ര വന്നിരിക്കണം. സുജാത വന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാ ചേച്ചി ഇങ്ങനെ ഏതു നേരവും ടെൻഷൻ അടിച്ചിരിക്കുന്നത്? വർമ്മ സാറ് പറഞ്ഞ കാര്യം ഓർത്തിട്ടാണോ? അതേ സുജാതെ, ഞാൻ അവിടെ ചെല്ലണമെന്നാ പ്രതാപേട്ടൻ പറഞ്ഞിരിക്കുന്നത്. നിർണായകമായ തീരുമാനം എടുക്കുന്ന ദിവസമാണ്. ഞാൻ നാളെ ചെല്ലണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെ പോകാൻ പറ്റും ചേച്ചി? സിസ്റ്റർ പവിത്രയാണ് വർമ്മ സാറ് ക്ഷണിക്കുന്നത്, അല്ലാതെ പത്മാവതി എന്ന ചേച്ചിയെ അല്ല. ചികിത്സിക്കാൻ വന്നത് സിസ്റ്റർ പവിത്രയല്ല, ഭാര്യയായ പത്മാവതിയാണെന്ന് വർമ്മ സാർ അറിഞ്ഞാൽ പിന്നെ അപ്പൊ തന്നെ വർമ്മ സാറിന്റെ മട്ടുമാറും. എനിക്ക് അത്രത്തോളം വർമ്മ സാറിനെ അറിയില്ലെങ്കിലും കേട്ടിടത്തോളം ഉള്ള കാര്യം വെച്ച് ഊഹിച്ച് ഞാനങ്ങ് പറയുന്നതാ. നീ ഈ പറയുന്നതിലും കാര്യമുണ്ട് സുജാതെ. അതൊക്കെ ഓർത്തിട്ടാ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. ചേച്ചിയോളം വിവരവും വിദ്യാഭ്യാസവും ഒന്നും എനിക്കില്ല, എന്നാലും എൻ്റെ ചെറിയ ഒരു അറിവ് വെച്ച് ഞാൻ പറയുക. പോകരുത്. പോയാലത് ചേച്ചിക്ക് മാത്രമല്ല കുഴപ്പം, കുട്ടികൾക്ക് കൂടിയാ. അത് ചേച്ചി സൂക്ഷിക്കണം. അതുകൊണ്ട് എന്തെങ്കിലും ഒരു നുണ പറഞ്ഞ് ഒഴിവാക്ക് ചേച്ചി. വരില്ലെന്ന് വിളിച്ച് പറ. ഒരു കാര്യവും പറയാതെ രാജു ഇങ്ങനെ ഋതികയും കൊണ്ട് ബൈക്കിൽ പോവാ. ഋതികയ്ക്ക് ആകെ അങ്കലാപ്പ്. എന്താ രാജു, എന്തിനാ നമ്മൾ പോകുന്നതെന്നൊന്നും പറ. നമ്മൾ പോകുന്ന അത്രയ്ക്ക് മുഖ്യമായ ഒരു കാര്യത്തിനാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതെന്താ രാജു? ഋതുവിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് പരിഹരിക്കാനുള്ള യാത്രയാണ്. അയ്യോ രാജു, ജഗന്നാഥനെങ്കിൽ എവിടെ ഉണ്ടെന്ന് കണ്ടെത്തിയോ? ആ, ഏറെക്കുറെ. നമ്മൾ പോകുന്ന ലൊക്കേഷനിൽ അനന്തംപിള്ള ഉണ്ടായിരുന്നെന്ന് സൈബർ സെല്ലിലെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു. ഋതുവിനെ അന്ന് ഭീഷണിപ്പെടുത്തിയ ദിവസമല്ലേ, അന്നൊക്കെ അനന്തംപിള്ള അവിടെ കറങ്ങുന്നുണ്ടായിരുന്നു. ഋതുവിന് ഇതിപ്പോ ഒരു സന്തോഷമല്ലേ. എന്നാൽ രാജു ഒന്ന് വേഗം പോകും. വണ്ടി ഒരിടത്ത് നിർത്തിയിട്ട് രാജു പറയാം, ഞാനൊരു ആംബുലൻസ് ഒന്ന് വിളിക്കട്ടെ. അയ്യോ രാജു, അങ്കിളിവിടെ ഉണ്ടോന്ന് അറിയാതെ എങ്ങനെയാ ആംബുലൻസ് വിളിക്കുന്നത്? ഇതേ കുറിപ്പിന്റെ ഉറപ്പൊന്നുമല്ല, ഈ രാജുവിന്റെ ഉറപ്പാ. അങ്ങനെ രാജു ആംബുലൻസ് സർവീസിന് വിളിച്ച് പറഞ്ഞിട്ട് ഋതികയും കൂട്ടി വളരെ ദുർഘടമായ ഒരു വഴിയെ കൂടെ ഇങ്ങനെ നടന്നു വരുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, രാജുവും ഋതികയും കൂടെ വളരെ കഷ്ടപ്പെട്ടാണ് ആ വീട്ടിലോട്ട് വരുന്നത്. അവർ വരുമ്പോൾ ജഗന്നാഥനെ അവിടെ കാണുമോ? അവിടെ ജഗന്നാഥൻ ഉണ്ടോ? ജഗന്നാഥൻ ഏത് അവസ്ഥയിലായിരിക്കും? എങ്ങനെ അവർ ജഗന്നാഥനെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകും എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.